ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇറ്റ്സ് ദ എബിലിറ്റി ഓഫ് എ പവർ സിസ്റ്റം ടു റീഗെയിൻ ഈക്വിലിബ്രിയം ആഫ്റ്റർ എ ഡിസ്റ്റർബൻസ് വിത്തൗട്ട് ലൂസിങ് സിങ്ക്രണിസം. സിങ്ക്രണിസം നഷ്ടപ്പെടാതെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായതിനു ശേഷം ഈക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പവർ സിസ്റ്റത്തിന്റെ എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ടൈപ്സ് ഓഫ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി ആണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി, 2 ഡൈനാമിക് സ്റ്റെബിലിറ്റി, 3 ട്രാൻഷ്യന്റ് സ്റ്റെബിലിറ്റി. 3 ടൈപ്സ് ഓഫ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി ആണ്. ഇങ്ങനെ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റിനെ നമ്മൾ 3 ടൈപ്സ് ആയി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഡിസ്റ്റർബൻസ് ടൈം അതുപോലെ ടൈം ഫ്രെയിമും അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മോളും ഗ്രാജുവലും ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ആയിരിക്കും ഉണ്ടാവുക. ലോങ് ടേം കൂടുതൽ നേരം പേഴ്സിസ്റ്റ് ചെയ്യും. അത് നമ്മൾ സോൾവ് ചെയ്യുന്ന അനാലിസിസ് മെത്തേഡ് എന്ന് പറയുന്നത് പവർ ആംഗിൾ കർവ് മെത്തേഡാണ്. ഡൈനാമിക് സ്റ്റെബിലിറ്റിയുടെ കേസിലാണെങ്കിൽ സ്മോൾ ആയിരിക്കും പക്ഷേ സഡൻ ആയിരിക്കും ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ലൈക്ക് 1 to 10 സെക്കൻഡ്സ് ആണ് ടൈം ഫ്രെയിം വരുന്നത്. അതിനെ നമ്മൾ ഇത് ലീനിയർ ഇക്വേഷൻസ് വെച്ചിട്ടാണ് മൊത്തത്തെ സോൾവ് ചെയ്തെടുക്കുന്നത്. ഇതിനെ നമ്മൾ ലീനിയറൈസ്ഡ് മോഡൽസ് വെച്ചിട്ടാണ് ഇതിനെ ഡൈനാമിക് സ്റ്റെബിലിറ്റിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ലാർജ് ഫോൾസ് ആണ്. അതായത് ലാർജ് ഫോൾസ് എന്ന് പറയുമ്പോൾ 3 ഫേസ് ഫോൾസ് പോലെയുള്ള ലാർജ് ഫോൾസ് വരുമ്പോഴാണ് ഏത് വരുന്നത് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി വരുന്നത്. 0 to 5 സെക്കൻഡ്സ് ടൈം ഫ്രെയിം മാത്രമേ ഉള്ളൂ. അതിന്റെ കേസിൽ ലീനിയറൈസേഷൻ പോസിബിൾ അല്ല. നോൺ ലീനിയർ സ്വിംഗ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഓരോ സ്റ്റെബിലിറ്റി, അതായത് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി, ഡൈനാമിക് സ്റ്റെബിലിറ്റി ആൻഡ് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ഓരോന്നിനും നമുക്ക് നോക്കാം. സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റിയിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഹാൻഡിൽസ് ഗ്രാജുവൽ ലോഡ് അല്ലെങ്കിൽ ജനറേഷൻ ചേഞ്ചസ്. ലോങ് ടേമിലേക്ക് നിൽക്കുന്ന ഗ്രാജുവൽ ചേഞ്ചസിനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സോൾവ് ചെയ്തെടുക്കുന്നത് നമ്മൾ എന്ത് വഴിയാണ്? പവർ ആംഗിൾ കർവ് വഴിയാണ്. പവർ ആംഗിൾ കർവിന് വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇലക്ട്രിക്കൽ പവർ transferred PE will be equal to E into V divided by X into sin delta, where E യും V യും സെൻഡിങ് ആൻഡ് റിസീവിങ് ആൻഡ് വോൾട്ടേജസും അതുപോലെ എക്സ് ലൈൻ റിയാക്ടൻസും ഡെൽറ്റ നമുക്ക് അറിയുന്ന പോലെ റോട്ടർ അല്ലെങ്കിൽ പവർ ആംഗിൾ ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരുന്നു നമുക്കറിയാലോ. സൈനിന്റെ ഗ്രാഫ് അല്ലേ വരിക. സൈനിന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? 0 സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം പോയി വീണ്ടും താഴത്തേക്ക് വന്ന് മാക്സിമം നെഗറ്റീവ് മാക്സിമത്തിൽ പോയി വീണ്ടും 0ക്ക് വരും. ഇങ്ങനെയല്ലേ വരിക. അപ്പോ ഈ മാക്സിമം പോയിന്റിന്റെ വരുന്ന ഈ പവർ ഇത് പിഇയുടെ വാല്യൂ ആണ്. നമ്മുടെ ഡെൽറ്റ ആണ് ആംഗിള്. റോട്ടർ ആംഗിള് 90 ഡിഗ്രി ആവുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? മാക്സിമം പവർ വരുന്നത്. ഇവിടുത്തെ പീക്ക് വരുന്നത് അവിടെയല്ലേ. അതായത് മാക്സിമം പവറിന്റെ വാല്യൂ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാം. പി മാക്സ് വിൽ ബി ഈക്വൽ ടു ഇ വി ഡിവൈഡഡ് ബൈ എക്സ്. സൈൻ എന്താണ്? 90 ആണ്. സൈൻ 91 അല്ലേ. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ എന്തായിരിക്കും? ഇ വി ബൈ എക്സ് ആയിരിക്കും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. 90 ഡിഗ്രിയേക്കാളും ലെസ് ആണ് നമ്മുടെ ഡെൽറ്റയുടെ വാല്യൂ, റോട്ടർ അല്ലെങ്കിൽ പവർ ആംഗിൾ വരുന്നതെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ ലോങ് ടേം ലോഡ് ഫ്ലോ ആൻഡ് പ്ലാനിങ്ങിലാണ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റിയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞ ഡൈനാമിക് സ്റ്റെബിലിറ്റി ആയിരുന്നു. ഡൈനാമിക് സ്റ്റെബിലിറ്റിയുടെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്മോൾ ഡിസ്റ്റർബൻസ് തന്നെയാണ് പക്ഷെ സഡൻ ആയിരിക്കും. സ്മോൾ സഡൻ ഡിസ്റ്റർബൻസ് ആണെങ്കിലാണ് അത് ഡൈനാമിക് സ്റ്റെബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്.
അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് AVR, ഗവർണർ, ഡാമ്പിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അനലൈസ് ചെയ്യുന്നത് ഏഗൻ വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ്, സ്റ്റേറ്റ് സ്പേസ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ലീനിയറൈസേഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഏഗൻ വാല്യൂസും സ്റ്റേറ്റ് സ്പേസും ആണ് അനാലിസിസ് മെത്തേഡ്സിൽ വരുന്നത്. ഏഗൻ വാല്യൂസിൽ നോക്കുകയാണെങ്കിൽ റിയൽ പാർട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണെന്നും, റിയൽ പാർട്ട് ഗ്രേറ്റർ ദാൻ 0 വിച്ച് മീൻസ് പോസിറ്റീവ് ആണെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്നും പറയുന്നുള്ളത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ആണ്. വാല്യൂ ഓഫ് ഫോൾട്ട് എന്ന് പറയുന്നത് ലാർജ് ആണ്. 3 ഫേസ് ഫോൾട്ട്സ് ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ ഫോൾട്ട് ക്ലിയറിംഗ് ടൈമിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്വിംഗ് ഇക്വേഷൻ ആണ്. സ്വിംഗ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. d² δ/dt² is equal to omega s divided by 2h into pm minus pe. ഡിസ്റ്റർബൻസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഫോൾട്ട്സ്, സ്വിച്ചിങ്, ജനറേറ്റർ അല്ലെങ്കിൽ ലോഡിന്റെ ലോസ് തുടങ്ങിയിട്ടുള്ള മെയിൻ ഡിസ്റ്റർബൻസസ് ഒക്കെ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റിയിലാണ് പെടുക. റുങ്കെക്കുട്ട മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ന്യൂമറിക്കൽ സൊല്യൂഷൻസ് വഴിയാണ് സോൾവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പവർ ആംഗിൾ കർവ് പറഞ്ഞിരുന്നു. എന്താണ്? ഒരു സൈനുസോഡൽ വേവ് ഫോം ആണ് വരിക. കാരണം EV ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ ആണ് വരുന്നത്. അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും വരിക. പി മാക്സ് വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? EV ബൈ എക്സ് ചെയ്തതായിരിക്കും. പിന്നെ ഡെൽറ്റ ലെസ് ദാൻ 90 ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയും. ഗ്രേറ്റർ ദാൻ 90 ആണ് വരുന്നതെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്ന് പറയും. സ്റ്റെബിലിറ്റി മാർജിൻ വിഷ്വലൈസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ദിസ് ടോപ്പിക് എന്ന് പറയുന്നത് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയൻ ആണ്. ഈക്വൽ ഏരിയ ക്രൈറ്റീരിയനിൽ നമ്മളൊരു സിംഗിൾ മെഷീൻ ഇൻഫിനിറ്റ് ബസ് സിസ്റ്റം എടുക്കുകയാണ്. അണ്ടർ ലാർജ് ഡിസ്റ്റർബൻസ് ഇറ്റ് വിൽ ബി സ്റ്റേബിൾ ഇഫ് ആക്സിലറേറ്റിംഗ് ഏരിയ ഈക്വൽ ടു ഡീസിലറേറ്റിംഗ് ഏരിയ. ആക്സിലറേറ്റിംഗ് ഏരിയയും ഡീസിലറേറ്റിംഗ് ഏരിയയും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയും. ഇത് നമ്മൾ ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ അല്ലെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സിനെ പറ്റിയൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റെഫർ ചെയ്യാം കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ നിന്ന് നമുക്ക് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് കണ്ടത്. പ്രോബ്ലം എന്ന് പറഞ്ഞാലും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പൊ നമുക്ക് ഈ പോർഷനിൽ നിന്നും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ഈസ് used to obtain information about. ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക, ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി. ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി അസസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ വെച്ചിട്ട് ആക്സിലറേറ്റിംഗ് ഏരിയ A1 കൊടുക്കുകയാണെങ്കിൽ മസ്റ്റ് ബി ഈക്വൽ ടു A2 വിച്ച് ഈസ് ഡീസിലറേറ്റിംഗ് ഏരിയ. ഈ ആക്സിലറേറ്റിംഗ് ആൻഡ് ഡീസിലറേറ്റിംഗ് ഏരിയയുടെ പ്രത്യേകതയും കൂടി പറയാം. ആക്സിലറേറ്റിംഗ് ഏരിയയുടെ കേസിൽ നമുക്ക് മെക്കാനിക്കൽ പവർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഇലക്ട്രിക്കൽ പവർ എന്നുള്ള കണ്ടീഷനാണ് വരിക. അതേസമയം ഡീസിലറേറ്റിംഗ് ഏരിയയിൽ ഇലക്ട്രിക്കൽ പവർ വിൽ ബി ഗ്രേറ്റർ ദാൻ മെക്കാനിക്കൽ പവർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനറേറ്റർ EMF is 1 per unit. Transient reactance is 25%. Find the transient current ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ട്രാൻസിയന്റ് കറണ്ട് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? I transient will be equal to voltage divided by reactance ചെയ്തായിരിക്കും. ട്രാൻസിയന്റ് റിയാക്ടൻസ് ചെയ്തായിരിക്കും അല്ലെ. വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 1 per unit ആണ്. ഡിവൈഡ് ബൈ ട്രാൻസിയന്റ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 25% ആണ്.
which means 25 divided by 100, which is 0.25. വരും 1/4 വരും, which means I transient is equal to 4. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. 4 വരുന്ന രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബിയും സിയും കട്ട് ചെയ്ത് പോയി. അതില് ഇത് ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആയതുകൊണ്ട്, ട്രാൻസിയന്റ് റിയാക്ടൻസ് ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആയതുകൊണ്ട് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഇവിടെ കറണ്ടിന്റെ ഒപ്പം വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, വിച്ച് മീൻസ് 4 ആംഗിൾ -90 ഡിഗ്രി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ആൻ എക്സ്പ്രഷൻ ഫോർ സ്വിംഗ് ഇക്വേഷൻ. ഡയറക്റ്റ് സ്വിംഗ് ഇക്വേഷൻ ചോദിച്ചിരിക്കുകയാണ്. 2h ഡിവൈഡഡ് ബൈ ഒമേഗ എസിനെയാണ് നമ്മൾ എം എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ എമ്മിനെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തുകയാണെങ്കിൽ എന്ത് വരും? എം ഇൻറ്റു ഡി സ്ക്വയർ ഡെൽറ്റ ബൈ ഡി ടി സ്ക്വയർ will be equal to Pm minus Pe എന്ന് വരും, which means option B is the right answer. Okay. Next question. If the maximum power Pmax equal to 50 megawatt ആണെങ്കിൽ find the electrical power output for torque angle of 60 degree. Delta is given as 60 degree. Pmax which is equal to EV divided by X എഴുതാലോ നമുക്ക്, will be equal to 50 megawatt എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട് P will be equal to Pmax into sin 60, which is equal to 50 into 0.866 വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 43.3 മെഗാവാട്ട് ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a synchronous generator is connected to an infinite bus through a transmission line. The pre-fault power transfer is 0.5 per unit ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി Pmax 1.5 per unit ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോൾട്ട് ഈ Pmaxന്റെ 1.5 per unit എന്നുള്ള വാല്യൂനെ കുറച്ച് റെഡ്യൂസ് ചെയ്ത് എങ്ങോട്ടാക്കും? Pmaxനെ 0.3 per unit ആക്കും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ഇഫ് ദ സിസ്റ്റം റിമെയിൻസ് സ്റ്റേബിൾ ഇഫ് ദ ഫോൾട്ട് ഈസ് ക്ലിയർഡ് ഇൻ ടൈം to restore Pmax equal to 1.5 per unit. Use equal area criterion യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രീ ഫോൾട്ട് വരുന്ന പവർ നമുക്ക് തന്നിട്ടുണ്ട് 0.5 per unit ആണ്. ഓക്കെ, മാക്സിമം വരുന്ന പ്രീ ഫോൾട്ട് പവർ എന്ന് പറയുന്നത് 1.5 per unit ആണ്. മാക്സിമം ഡ്യൂറിങ് ഫോൾട്ട് വരുന്നത് എന്താണ്? 0.3 per unit ആണ്. ഓക്കെ, ഫോൾട്ട് ക്ലിയർ ചെയ്ത് കഴിയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഫോൾട്ട് Pmax തിരിച്ചെവിടേക്ക് തന്നെ റീസ്റ്റോർ ചെയ്യും? 1.5 per unitലേക്ക് തന്നെ മാറും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഡ്യൂറിങ് ഫോൾട്ട് കണ്ടീഷൻ നമ്മൾ എടുക്കുമ്പോൾ Pm is equal to 0.5 per unit. Pe is equal to 0.3 per unit ആണ്. കാരണം Pmന്റെ മാക്സിമം വാല്യൂ ഡ്യൂറിങ് ഫോൾട്ട് 0.3 per unit ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Pm ഗ്രേറ്റർ ദാൻ Pe എന്നുള്ള കണ്ടീഷനാണ് വരുന്നത് ഇപ്പോൾ ഡ്യൂറിങ് ഫോൾട്ട്. ഓക്കെ, അപ്പൊ ഏരിയ ഇൻക്രീസ് ചെയ്യാണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് ആഫ്റ്റർ ഫോൾട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം, ഫോൾട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഫോൾട്ട് ഇസ് ക്ലിയർഡ് Pe will be greater than Pm ആയിരിക്കും, which means ഡീസിലറേറ്റ് ചെയ്യാണ്. സ്റ്റെബിലിറ്റിക്ക് ഈ ആക്സിലറേറ്റിംഗ് ഏരിയ A1 A2 തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇഫ് A1 is greater than A2 അങ്ങനെ വരികയാണെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിളും
A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A2 എന്നുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിളും ആണ് അല്ലെ. അപ്പൊ ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആവാം അൺസ്റ്റേബിൾ ആവാം ഡിപ്പെൻഡിങ് ഓൺ ഫോൾട്ട് ക്ലിയറിംഗ് ടൈം. ഇഫ് A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A2 ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണെന്നും A1 ഗ്രേറ്റർ ദാൻ A2 ആണെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്നും പറയാം. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ വരെ എന്താണ്? ഓപ്ഷൻ എ, സിസ്റ്റം ഇസ് ലൈക്ലി അൺസ്റ്റേബിൾ ഡിപ്പെൻഡിങ് ഓൺ ഫോൾട്ട് ക്ലിയറിംഗ് ടൈം. ഫോൾട്ട് ക്ലിയറിംഗ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടോട്ടലി സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ളത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, synchronous generator has following parameters. Rated voltage V equal to 500 volt ആണ് തന്നിട്ടുണ്ട്. synchronous reactance 0.8 ohm ആണ് തന്നിട്ടുണ്ട്. power angle delta equal to 60 degree ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. generator delivers a load with power factor of 0.8 lagging. calculate the power delivered by generator at power angle delta equal to 60 degree. delta 60 degree ആവുമ്പോൾ പവർ ഡെലിവർ ചെയ്യുന്നത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ. ഇവിടെ ഡെൽറ്റ എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 60 ഡിഗ്രി. ഇ ആൻഡ് വി ഇസ് ഈക്വൽ ടു 500 വോൾട്ട്. എക്സ് ഇസ് ഈക്വൽ ടു 0.8 ഓം ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 500 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു സൈൻ 60 എന്ന് പറയുമ്പോൾ എന്താണ്? 0.866 വരും അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 270,625 വാട്ടാണ്. വിച്ച് മീൻസ് 270.6 കിലോ വാട്ട് എന്ന് എഴുതി കൂടെ നമുക്ക് ഇതിന്. അപ്പൊ ആൻസർ വരെ ഇവിടെ എന്താണ്? ഓപ്ഷൻ എ 270.6 കിലോ വാട്ടാണ്. ഓക്കെ, now the last question. Rated voltage V equal to 400 volt. Synchronous reactance X is equal to 1.2 ohm. Generate operates at an angle delta equal to 45 degree. The field excitation is adjusted so that the generator delivers maximum power. Maximum power equation എന്തായിരിക്കും? Calculate the maximum power the generator deliver ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം പവർ ഡെലിവേർഡിന്റെ ഇക്വേഷൻ എന്താണ്? ഇ വി ഡിവൈഡഡ് ബൈ എക്സ് ആയിരിക്കും. സൈൻ 90 വരുമ്പോഴാണല്ലോ മാക്സിമം പവർ വരുന്നത്. ഇയുടെ വാല്യൂ വിയുടെ വാല്യൂ ഇവിടെ 400 തന്നെ. അപ്പൊ 400 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ 1.2 വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു 133,333 വാട്ട്, വിച്ച് മീൻസ് 133.33 കിലോ വാട്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ സി ആണ് വരിക, 133.33 കിലോ വാട്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.